ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT പ്ലസ് NCERT ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും തരും. എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് ഇപ്പോൾ കമ്പനി ബോർഡ് LGS എടുക്കുകയാണെന്നുണ്ടെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻസ് ഇനി വരുന്ന എക്സാമുകളെല്ലാം ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ. അപ്പോൾ ഈ 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ NCERT ചാപ്റ്റേഴ്സ് പഠിക്കാം. നമുക്കറിയാം, ഇനി കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി എല്ലാ സബ്ജക്റ്റുകളും സിലബസ് ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ ടോപ്പിക്കും നമുക്ക് ഇപ്പം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗവും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ NCERT പാഠഭാഗവും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പാഠം, നമുക്ക് ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആക്കാൻ എനിക്ക് പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം, അതായത് നമ്മുടെ SCERT NCERT ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഏത് നോട്ടാണ് പ്രിഫർ ചെയ്യുന്നത് ആ നോട്ട്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ PYക്കും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കും സെറ്റായിട്ട് പോകാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ LDCയിലൊക്കെ നമ്മൾ സിലബസ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ NCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യാം. പ്രധാനമായിട്ടും പഠിക്കേണ്ട NCERT ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. SCERT ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, കുറച്ചധികം ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാത്ത ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്കറിയാം, നമുക്ക് കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചതിന് ശേഷം അതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളുണ്ടല്ലോ. ഇപ്പോൾ കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെ ടോപ്പിക്സ് വൈസ് ആയിട്ടുള്ള ക്ലാസ് കണ്ടതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ട് അഡീഷണൽ വരുന്ന SCERT ക്ലാസ്സുകൾ നമ്മൾ അതിലെടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ കാണുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ SCERT ആഡ് ചെയ്യുന്നുണ്ട്, പുതിയ SCERT ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് NCERT ക്ലാസ്സുകളാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ. അങ്ങനെ സപ്പോർട്ട് വേണം. ഇങ്ങനെയുള്ള SCERT NCERT ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞല്ലോ, ഇന്ത്യ ഹിസ്റ്ററിയാണ്. ഇന്ത്യ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം, ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. 10th പ്രിലിംസ് പോലെയുള്ള എക്സാമുകളാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്. ഇപ്പോൾ 10th ലെവൽസിൽ എക്സാമുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. ഇനി +2 ലെവൽ, ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനിയും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ പഴയ SCERT സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അതിൽ നമുക്ക് കറക്റ്റായിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പ്രധാനപ്പെട്ട കലാപങ്ങളെക്കുറിച്ച്, കേരളത്തിലെ കലാപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ബ്രിട്ടീഷ്, നമുക്കറിയാം യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ. അതിൽ നമുക്ക് ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1857 സമരമാണ് അല്ലേ. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു.
ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ ഈ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അതായത് ഈ ഒരു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടക്കമിടുന്നത് മീററ്റിൽ നിന്നാണെന്ന് നമ്മളിവിടെ കണ്ടു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചത് ഇവിടെ ബഹദൂർ ഷാ രണ്ടാമനെയാണ് മുഗൾ ചക്രവർത്തി അല്ലേ, മുഗൾ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഈ 2 പോയിന്റും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലേ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിൻ്റെ വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? മീററ്റിലെ ശിപ്പായിമാരാണ്. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത്? എന്താണ്? തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നേരിട്ട അവഹേളനവുമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നേരിട്ട അവഹേളനം, പിന്നെ എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ആണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. എന്താണ്? സൈനികർക്ക് ഒരു പുതിയ എൻഫീൽഡ് തോക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന തിരകളിൽ എന്താണ് പറയുന്നത്? പശുവിൻ്റെയും അല്ലെങ്കിൽ പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രചാരണം, തെറ്റായിട്ടുള്ളൊരു പ്രചാരണം ഇവരുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. ഹിന്ദുക്കളാണെങ്കിൽ പശു അല്ലേ, മുസ്ലിംസ് ആണെങ്കിൽ പന്നി. അപ്പോൾ ഇവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ശിപ്പായിമാരെ ഇവർ ശിക്ഷിക്കുകയാണല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ കടിച്ചിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതിനാലാണ് ഈ ഒരു വലിയൊരു പ്രശ്നങ്ങൾക്ക് അവിടെ കാരണമാകുന്നത്. ഇനി ബംഗാളിലെ ബരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം രക്തസാക്ഷിയാകുന്ന ആര് തന്നെയാണ്? മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ മംഗൾ പാണ്ഡെയാണ് ആദ്യമായിട്ട് എതിർക്കുന്നത് അല്ലേ. മംഗൾ പാണ്ഡെ എന്ത് ചെയ്യുന്നത്? പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് പങ്കെടുക്കാത്തവരിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഈ കലാപത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. നമ്മൾ പറഞ്ഞു ശിപ്പായിമാരെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ രാജാക്കന്മാരെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം. ദത്തവകാശ നിരോധന നിയമം അല്ലേ. ദത്തവകാശ നിരോധന നിയമം ഈ 1857 കലാപത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഈ രാജാക്കന്മാരെ കലാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കൊപ്പം ആരുണ്ടായിരുന്നു? സാധാരണക്കാരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ചിട്ട് ഈ കള്ള കണക്ക് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ എന്ത് ചെയ്യാണ്? ഒരു തീയിടാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിലെ പ്രധാന പ്രത്യേകത. എന്താണ്? സാധാരണക്കാരുടെയും, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു ഈ കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഔദ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ചോദിച്ചിട്ടുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെയാണ് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞൊന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇതിൽ കരകൗശല തൊഴിലാളികളും സാധാരണക്കാരും നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ എന്താണ് രാജാക്കന്മാരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു അല്ലേ. ശിപ്പായിമാരുണ്ടായിരുന്നു. ശിപ്പായിമാരുടെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? തുച്ഛമായ ശമ്പളം. അതുപോലെ തന്നെ ഈ തോക്കുകളിൽ ഈ പന്നിയുടെയും അതുപോലെ തന്നെ പശുവിനെയും കൊഴുപ്പുണ്ടെന്നുള്ള ഒരു തെറ്റായ പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ശിപ്പായിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു കലാപത്തിൽ പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം മംഗൽപാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്. ഇനി രാജാക്കന്മാരുടെ കേസ് നോക്കുകയാണെങ്കിലോ, രാജാക്കന്മാരുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? പ്രധാനമായിട്ടും നമുക്കറിയാം തത്വവകാശ നിരോധന നിയമം 1848 തത്വവകാശ നിരോധന നിയമം. അതുപോലെ തന്നെ ദുർഭരണം ചുമത്തിയിട്ട് കുറേ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? സാധാരണക്കാരായ കരകൗശല തൊഴിലാളികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നും പറഞ്ഞു അല്ലേ. ഇനി പ്രധാനപ്പെട്ട നേതാക്കന്മാരും കലാപസ്ഥലം തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണല്ലേ. ബഹദൂർ ഷാ രണ്ടാമനല്ലേ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഇനി ഝാൻസിയിലോ? റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തായിരുന്നു പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. അതാണ് പ്രധാനപ്പെട്ട അനന്തരഫലം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലെ ആണ്ടായ 24 വൻക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കഴിഞ്ഞ SCERT, അതായത് ഓൾഡ് SCERTയിൽ 10ാം ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് പുതിയ SCERT നോക്കാം. അപ്പോൾ പുതിയ SCERT 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് 1857 കലാപത്തെക്കുറിച്ച് പറയുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. കൻവറും സംഘവും നദി മധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ച് തുടങ്ങിയത്. കൻവർ സിംഗിൻ്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികെ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിൻ്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത്. എന്തിനായിരിക്കും കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? എന്തിനാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. 1857 കലാപത്തിൽ സാധാരണക്കാരും കർഷകരും കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കന്മാർ എന്നിവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. അപ്പോൾ പുതിയ SCERT എടുത്ത് പറയുന്നുണ്ട് 2 പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ട്. എന്തൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവുമാണ് 1857 കലാപത്തിൽ ഈ രാജാക്കന്മാരൊക്കെ പങ്കെടുക്കാൻ പ്രധാനമായിട്ടുണ്ടായിരുന്ന കാരണം. സൈനിക സഹായ വ്യവസ്ഥ.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത് ആരാണ്? വെല്ലസി പ്രഭുവാണ്. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. ഈ ഒരു പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലോ, ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അതായത് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസി പ്രഭു ആണെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രധാനമായിട്ടും കുറച്ച് നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് എന്ത് ചെയ്യണം? കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. ഇവരുടെ എല്ലാ ചിലവും രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഒന്നിലും ഏർപ്പെടാനായിട്ട് പാടില്ല. അതായത് കച്ചവടം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജ്യവും നടപ്പാക്കാൻ പാടില്ല. അപ്പം എല്ലാതും ആരുടെ കീഴിലായിരിക്കണം? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് കൂടി എന്നാണ് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ രാജാക്കന്മാർക്ക് ചെയ്യാനായിട്ട് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ആർക്കാവും? ബ്രിട്ടീഷുകാർക്കാവും. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പോൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? റിച്ചാർഡ് വെല്ലസി പ്രഭുവാണ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. ഇത് പ്രകാരം ഉണ്ടായിരുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഈ നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് ഈ രാജ്യത്തിനുള്ളിൽ പാർപ്പിക്കണം. അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവും ഈ രാജാവ് തന്നെ വഹിക്കണം. വേറൊരു രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുരാജ്യം ഇവർ പിടിച്ചെടുക്കും. അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവരുടെ എല്ലാ ചെലവും വഹിക്കണമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ എല്ലാ നടപടികളും, അതായത് ഒരു കാര്യം രാജാവിനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാനും പറ്റില്ല. കാരണം എന്താണ്? ഇവരുമായിട്ട് ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ്, ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം 1848 ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്താണ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വേറൊരു രാജ്യത്തിൻ്റെ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കും. എന്നിട്ട് അവരെ രാജാവാക്കും. ഓക്കെ. അപ്പോൾ എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. എന്നാൽ ഡൽഹൌസി പ്രഭു ചോദിക്കാറുണ്ട്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ഡൽഹൌസി പ്രഭു എന്ത് ചെയ്യാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുകയാണ്. ഇങ്ങനെ ദത്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആരില്ല എന്നുണ്ടെങ്കിൽ, അതായത് രാജ്യം ഭരിക്കാൻ ആരില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ആരുടെ കീഴിലാവും? ബ്രിട്ടീഷുകാരുടെ കീഴിലാവല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഡൽഹൌസി പ്രഭു ഈ ഒരു ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയത്. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക, ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ഡൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിൻ്റെ മറ്റൊരു കാരണം. നമ്മൾ പറഞ്ഞു അല്ലേ? ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനം, മോശം ഭക്ഷണവും താമസ സൗകര്യമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ച് കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ ആയിരുന്നു. ബരക്പൂരിലെ സൈനികനാണ് മംഗൽ പാണ്ഡെ. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി.
ഈ ഡേറ്റ് പഠിച്ചു വെച്ചിരിക്കുക, കാരണം മിസ് ആറ്റിൽ കൊടുത്ത കാരണം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1857 ഏപ്രിൽ 8-നാണ് മംഗൽ പാണ്ഡെ തൂക്കിലേറ്റുന്നത്. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. ചോദിച്ചിട്ടുണ്ട്. മീററ്റിലാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. നമ്മൾ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ബഹദൂർ ഷാ രണ്ടാമനെയാണ് ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലക്കീഴായി കെട്ടിത്തൂക്കി. ഔദിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളിലെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ഭാഗവും നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി സവിശേഷതകളടക്കം നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചിട്ട് പറഞ്ഞു ഡൽഹിയിൽ. എന്നാൽ നമുക്ക് പുതിയ CRTയിൽ ജനറൽ ഭക്തഖാനെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനും ഡൽഹിയിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ആരാണ്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ബഹദൂർ ഷാ രണ്ടാമനെ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാട് കടത്തിയത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. റങ്കൂണിലേക്ക് നാട് കടത്തിയത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇനി ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആരാണ്? ജനറൽ ഭക്തഖാനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആരാണ്? ജനറൽ ഭക്തഖാനാണ്. നെക്സ്റ്റ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിബായി. ഇനി കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബും മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പിയോ? നാനാ സാഹിബിൻ്റെ സൈനിക തലവനാണ് അല്ലേ. നാനാ സാഹിബിൻ്റെ സൈനിക തലവനാ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? താന്തിയ തോപ്പിയാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചതും ആരാണ്? താന്തിയ തോപ്പിയാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചതും ആരാണ്? താന്തിയ തോപ്പിയാണ് ചോദിച്ചിട്ടുണ്ട്. ഇനി ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ ഔദിലെ ഭരണാധികാരിയാണ്. ബീഹാറിലെ ആര? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ്. ബീഹാർ ചോദിക്കുകയാണെങ്കിലും കൻവർ സിംഗ് ചെയ്ത, ആര ചോദിക്കുകയാണെങ്കിലും കൻവർ സിംഗ് ചെയ്ത, അതുപോലെ തന്നെ ജഗദീഷ്പൂർ ചോദിക്കുകയാണെങ്കിലും ആരുടെയാണ്? കൻവർ സിംഗ് ആണ്. അപ്പോൾ ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ ജനറൽ ഭക്തഖാൻ ആരാണ്? അവിടുത്തെ സൈനിക തലവനാണ് അല്ലേ, സൈനിക ജനറലാണ്. ഝാൻസിലെ റാണി ലക്ഷ്മിബായി ആണ്. കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയുണ്ട്. നാനാ സാഹിബിൻ്റെ സൈനിക തലവനാണ് താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചതാരാണ്? താന്തിയ തോപ്പിയാണ്. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാർ ആര? ജഗദീഷ്പൂർ ആരാണ്? കൻവർ സിംഗ്. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പരിമിതികളും ചോദിച്ചിട്ടുണ്ട്. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. പഠിച്ചു വെച്ചിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മധ്യവർഗം കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടെന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്? ഇന്ത്യയിലെ മധ്യവർഗം കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിലെ ഒരു വിഭാഗം പേര് ഇതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ശരിയാണ് അല്ലേ. 1857 അനന്തരഫലം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജ്ജം പകർന്നത്. ക്ലിയർ ആണല്ലോ. ഇനി 1857 കലാപം സിനിമയും സാഹിത്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മോഹൻ സിൻഹയുടെയാണ് 1857. 1857 എന്ന് പറയുന്നത് ആര് സംവിധാനം ചെയ്തതാണ്? മോഹൻ സിൻഹയാണ്. ഇനി കേതൻ മെഹ്ത സംവിധാനം ചെയ്തതാണ് മംഗൽ പാണ്ഡെ ദ റൈസിംഗ്.
കേതൻ മെഹ്ത സംവിധാനം ചെയ്തതാണ് മംഗൾ പാണ്ഡെ റൈസിംഗ്. ഇനി ക്രിഷ് ജഗർലാമുഡിയുടെയാണ് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. കൃഷ് ജഗർലാമുഡിയുടേതാണ് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മോഹൻ സിൻഹ 1857, കേതൻ മെഹ്ത മംഗൾ പാണ്ഡെ റൈസിംഗ്, ക്രിഷ് ജഗർലാമുഡി മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഇനി മഹാശ്വേത ദേവി ഝാൻസി റാണി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന് പറയുന്ന 2 നോവൽ കേട്ടോ. മഹാശ്വേത ദേവിയുടെയാണ് ഝാൻസി റാണി എന്ന് പറയുന്ന നോവല്. അതുപോലെ തന്നെ മലയാറ്റൂർ രാമകൃഷ്ണന്റെയാണ് അമൃതം തേടി എന്ന് പറയുന്ന നോവൽ. അതും 1857 കലാപവുമായി ബന്ധപ്പെട്ടവയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ SCERT ഭാഗം കഴിഞ്ഞു. നമുക്ക് NCERTയിലേക്ക് കടക്കാം. NCERTയിലെ പ്രമേയം 11 കലാപകാരികളും രാജും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ +2 കേട്ടോ. +2 ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാണിത്. കുറച്ച് ഡീപ്പായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോകാം. 1857 കലാപവും അതിൻ്റെ ചിത്രീകരണങ്ങളും. ഈ NCERTയുടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ബുക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റ്സും ഇതിൽ വരുന്നുണ്ട്. 1857 മെയ് 10 ഉച്ച കഴിഞ്ഞ് മീററ്റിലെ പട്ടാള താവളത്തിലെ ശിപ്പായികൾ കലാപം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു തദ്ദേശീയരായിട്ടുള്ള കാലാൽ സൈനികരിൽ നിന്നും ആരംഭിച്ച കലാപം ദ്രുതഗതിയിൽ കുതിരപ്പടയിലേക്കും തുടർന്ന് നഗരത്തിലേക്കും വ്യാപിച്ചു. നഗരത്തിലെയും ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെയും സാധാരണ ജനങ്ങൾ ശിപ്പായിമാരോട് അണിചേർന്നു. ശിപ്പായിമാർ ആയുധങ്ങളും വെടിമരുന്നും സംഭരിച്ചിരുന്ന ആയുധ സംഭരണശാലകൾ പിടിച്ചെടുക്കുകയും വെള്ളക്കാരെ ആക്രമിക്കാൻ മുന്നേറുകയും അവരുടെ ബംഗ്ലാവുകളും വസ്തുവകകളും കൊള്ളയടിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യാലയം, ജയിൽ, കോടതി, തപാൽ ഓഫീസ്, ഖജനാവ് തുടങ്ങിയ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ഡൽഹിയിലേക്കുള്ള ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി. രാത്രിയോടെ ഒരു സംഘം ശിപ്പായിമാർ ഡൽഹിയിലേക്ക് നീങ്ങി. മെയ് 11 പുലർച്ചെ ശിപ്പായിമാർ ചെങ്കോട്ടയുടെ കവാടത്തിന് മുന്നിലെത്തിച്ചേർന്നു. അത് റംസാൻ മാസമായിരുന്നു. മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും വിശുദ്ധ മാസം. വൃദ്ധനായ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ പ്രാർത്ഥനകളും ഭക്ഷണവും പൂർത്തിയാക്കി ഉപവാസം ആരംഭിച്ചു. പ്രവേശന കവാടത്തിലെ ശബ്ദ കോലാഹലങ്ങൾ അദ്ദേഹം ശ്രവിച്ചു. അദ്ദേഹം നിന്നിരുന്നിടത്ത് ജാലകത്തിന് സമീപം ഒത്തുകൂടിയ ശിപ്പായിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, മീററ്റിലെ എല്ലാ ഇംഗ്ലീഷുകാരെയും കൊന്നൊടുക്കിയിട്ട് അവിടെ നിന്ന് വന്നവരാണ് ഞങ്ങൾ. കാരണം പശുവിനെയും പന്നിയുടെയും കൊഴുപ്പ് ആവരണം ചെയ്ത തോക്കിൻതിരകൾ പല്ലുകൾ ഉപയോഗിച്ച് കടിക്കണമെന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വിശ്വാസത്തെ ഒരുപോലെ അശുദ്ധമാക്കി. ശിപ്പായിമാരുടെ മറ്റൊരു സംഘവും കൂടി ഡൽഹിയിൽ പ്രവേശിക്കുകയും അവരോടൊപ്പം ആ നഗരത്തിലെ ജനങ്ങൾ അണിചേരുകയും ചെയ്തു. യൂറോപ്യന്മാർ വൻതോതിൽ കൊന്നൊടുക്കപ്പെട്ടു. ഡൽഹിയിലെ സമ്പന്നർ ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ഡൽഹിയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെട്ടതായി ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിപുലമായ കൊട്ടാര മര്യാദകൾ പാലിക്കാതെ ചില ശിപ്പായിമാർ ചെങ്കോട്ടയ്ക്കകത്ത് കടന്നു കയറി. ചക്രവർത്തിയുടെ അനുഗ്രഹാശിസ്തുകൾ തങ്ങൾക്ക് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ശിപ്പായിമാരാൽ ചുറ്റപ്പെട്ട ബഹദൂർ ഷയ്ക്ക് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. കലാപം മുഗൾ ചക്രവർത്തിയുടെ നാമത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞപ്പോൾ അതിനൊരു തരത്തിലുള്ള നിയമസാധുത കൈവന്നു. മെയ് 12 13 ഉത്തരേന്ത്യ ശാന്തമായി കാണപ്പെട്ടു. കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്ത് ബഹദൂർ ഷാ കലാപത്തിന് അനുഗ്രഹാശിസ്തുകൾ നൽകിയെന്നുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ സംഭവങ്ങൾക്ക് ഗതി വേഗം കൈവന്നു. ഗംഗാ സമതലത്തിലെ പട്ടാള താവളങ്ങൾ ഒന്നൊന്നായി ഡൽഹിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ചിലതും കലാപം ഉയർത്തി. ഇനി കലാപത്തിൻ്റെ രീതി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് കലാപം ആരംഭിച്ചതെന്ന് പറയുന്നുണ്ട്. ശിപ്പായിമാർ അവരുടെ പ്രവൃത്തി ആരംഭിച്ചത് ഒരു സൂചനയോടെയാണ്. പല സ്ഥലങ്ങളിലും അതൊന്നുകിൽ സായാഹ്ന പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള വെടിശബ്ദം അല്ലെങ്കിൽ ബ്യൂഗിളിൻ്റെ ശബ്ദമായിരിക്കും. ആദ്യം അവർ ബെൽ ഓഫ് ആംസ് പിടിച്ചെടുക്കുകയും, ബെൽ ഓഫ് ആംസ് എന്ന് വെച്ചാൽ എന്താണ്, ആയുധ സംഭരണശാലകളാണ് കേട്ടോ. ഇവയെല്ലാം പിടിച്ചെടുത്തു. ഖജനാവ് കൊള്ളയടിച്ചു. അതിനുശേഷം അവർ സർക്കാർ കെട്ടിടങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഇതൊക്കെ തീയിടാണല്ലേ. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെ ഉണർന്ന് പ്രവർത്തിക്കുവാനും അവരെ ഉന്മൂലനം ചെയ്യാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഹിന്ദി, ഉറുദു വെർഷൻ ഭാഷകളിൽ പുറത്തിറക്കിയ പ്രഖ്യാപനങ്ങൾ നഗരങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്, സാധാരണ ജനങ്ങൾ കലാപത്തിൽ അണിചേർന്നതോടെ ആക്രമണ ലക്ഷ്യങ്ങളും വിപുലീകരിക്കപ്പെട്ടു. ലക്നൗ, കാൺപൂർ, ബറേലി എന്നിവയിലൊക്കെ നേതൃത്വം കൊടുത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും മെയ് ജൂൺ മാസങ്ങളിൽ കലാപകാരികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. ഇത് പഠിച്ചു വെച്ചിരിക്കുക. ബ്രിട്ടീഷ് ഭരണം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് അഭിപ്രായപ്പെട്ട പോലെ ഒരു ചീട്ട് കൊട്ടാരം കണക്കെ തകർന്നടിഞ്ഞു എന്നും പറയുന്നുണ്ട്. ഇനി അസാധാരണ കാലത്തെ സാധാരണ ജീവിതം. കലാപത്തിൻ്റെ മാസങ്ങളിൽ നഗരങ്ങളിൽ എന്താണ് സംഭവിച്ചത്? 1857 ജൂൺ 14 ഡൽഹി, ഉറുദു, അക്ബറിൽ വന്ന ഈ റിപ്പോർട്ടുകൾ വായിക്കുക. പച്ചക്കറികളുടെയും
ചീരയുടെയും കാര്യത്തിൽ ഇത് ശരിയാണ്. അതുപോലെ തന്നെ മത്തങ്ങ, വഴുതനങ്ങ പോലും കമ്പോളങ്ങളിൽ കാണാനില്ലായിരുന്നു എന്ന് ജനങ്ങൾ പരാതിപ്പെട്ടതായി കണ്ടിരുന്നു. ദീർഘദൃഷ്ടിയുള്ള കുഞ്ചരകൾ പച്ചക്കറി കൃഷിക്കാർ നേരത്തെ സംഭരിച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും അറവിയും ചേന ലഭ്യമായെങ്കിലും പഴകിയതും ചീഞ്ഞതുമായിരുന്നു. നഗരങ്ങൾക്കുള്ളിലെ തോട്ടങ്ങളിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ പാവപ്പെട്ടവരും മധ്യവർഗ്ഗക്കാരും അവയെ നോക്കി ചുണ്ടു നുണയ്ക്കുക മാത്രമേ വഴിയുള്ളൂ. കാരണം അവ ചുരുക്കം പേർക്ക് നീക്കിപ്പെട്ടതാണല്ലേ. ഇനി അപ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇനി ആശയവിനിമയ രീതികൾ. വ്യത്യസ്ത പ്രദേശങ്ങളിലുണ്ടായ കലാപത്തിൻ്റെ രീതിയിലെ സമാനതയുടെ കാരണം കുറച്ചൊക്കെ ആസൂത്രണത്തിലും ഏകോപനത്തിലുമുള്ള മികവാണ്. വിവിധ പട്ടാള താവളങ്ങളിലെ ശിപ്പായി നിരകൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഔദിലെ കുതിരപ്പടയായ 7ാം ഔദ് ഇറഗുലർ കാവലറി പുതിയ തിരകൾ ഉപയോഗിക്കാൻ മെയ് ആദ്യം വിസമ്മതിച്ചതിനെ തുടർന്ന് അവർ 48ാം നേറ്റീവ് ഇൻഫൻട്രിക്ക് എഴുതി. അവർ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും 48ാം നേറ്റീവ് ഇൻഫൻട്രിയുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയുമാണെന്ന്. ഇങ്ങനെ ശിപ്പായിമാരും അവരുടെ രഹസ്യ സന്ദേശവാഹകരായ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി ജനങ്ങൾ അങ്ങനെ കലാപം ആസൂത്രണം ചെയ്യുകയും അതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശയവിനിമയം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? സിസ്റ്റനും തഹസീർദാരും കലാപത്തിൻ്റെയും സൈനിക ലഹളയുടെയും സന്ദേശം കൈമാറപ്പെട്ട സന്ദർഭത്തിൽ സിതാപൂരിലെ ഒരു തദ്ദേശീയ ക്രിസ്ത്യൻ പോലീസ് ഇൻസ്പെക്ടറായ ഫ്രാങ്കോയിസ് സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ ശക്തിമത്താണ്. എന്താണെന്ന് നോക്കി. സിസ്റ്റർ ഔദിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു. സിസ്റ്റർ ഇന്ത്യൻ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ബിജ്നോറിൽ നിന്നുള്ള ഒരു മുസ്ലിം തഹസീൽദാർ മുറിയിൽ പ്രവേശിച്ചു. എന്നിട്ട് ചോദിച്ചു, ഔദിൽ എന്തൊക്കെയാണ് വാർത്തകൾ? സഹോദര, അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു. സിസ്റ്റർ എന്താ പറയുന്നത്? ഔദിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബഹുമാന്യനായ താങ്കൾ അതറിയും. തഹസീൽദാർ പറഞ്ഞു. അതിൽ വിശ്വസിച്ചോളൂ, ഇത്തവണ നമ്മൾ വിജയിക്കും. കാര്യങ്ങളുടെ നേതൃത്വം കരുത്തറ്റ കരങ്ങളിലാണ് എന്ന് പറയുന്നു അല്ലേ. തഹസീൽദാർ ബിജ്നോറിലെ പ്രധാനപ്പെട്ട കലാപ നേതാവായിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ കലാപത്തിൻ്റെ രീതികളും ചില തരത്തിലുള്ള ആസൂത്രണവും ഏകോപനവും ഉണ്ടായിരുന്നു എന്നതിനുള്ള ചെറിയ തെളിവുകളും നിർണായക ചോദ്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മ്യൂട്ടിനി സൈനിക കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പഠിച്ചു വെച്ചിരിക്കുക. സായുധ സേനയ്ക്കകത്തെ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും കൂട്ടായ ലംഘനമാണ് മ്യൂട്ടിനി സൈനിക കലാപം എന്ന് പറയുന്നത്. റിവോൾട്ട് കലാപം എന്ന് വെച്ചാൽ വ്യവസ്ഥാപിത അധികാരത്തിനും ശക്തിക്കെതിരെ ജനങ്ങളുടെ കലാപലഹള എന്നീ പര്യായ പദങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. 1957 കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കലാപം എന്ന പദം പ്രധാനമായും സൈനികേതര ജനതയുടെ പ്രക്ഷോഭത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം മ്യൂട്ടിനി കൊണ്ട് അർത്ഥമാക്കുന്നത് ശിപ്പായിമാരുടെ കലാപത്തെയാണ്. ഇനി നേതാക്കളും അനുയായികളും. ബ്രിട്ടീഷുകാരെ നേരിടാൻ നേതൃത്വവും സംഘടിത ശക്തിയും ആവശ്യമായിരുന്നു. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ മുഗൾ ചക്രവർത്തിയെ ഡൽഹിയിലേക്ക് പോയിട്ട് ബഹദൂർ ഷാ രണ്ടാമനോട് ചക്രവർത്തിയാകാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും അദ്ദേഹം രാജാവായിട്ട് മാറുന്നുണ്ട് അല്ലേ. ശിപ്പായിമാർ ചെങ്കോട്ടയ്ക്കുള്ളിൽ കടന്ന് മുഗൾ രാജസദസ്സിലേക്ക് കയറിയപ്പോൾ മാത്രമാണ് വേറൊരു മാർഗ്ഗമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചക്രവർത്തിയാവാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. ഝാൻസിലാണെങ്കിൽ റാണി ഉണ്ടായിരുന്നു. ബീഹാറിലെ ആരായിരുന്നു? കൻവർ സിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പഠിച്ചു വെച്ചിരിക്കാം. വാജിദ് അലി ഷാ ജനകീയ നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിയതും തങ്ങളുടെ രാജ്യം പിടിച്ചെടുത്തതും ജനങ്ങളുടെ സ്മരണയിൽ അപ്പോഴും പുതുമയോടെ നിലനിന്നിരുന്നു. ഔദിൽ ലക്നൌവിലെ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തകർച്ച ആഘോഷിച്ചത് നവാബിൻ്റെ യുവാവായ മകൻ ബ്രിജിസ് ഖാദറിനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതായത് വാജിദ് അലി ഷാ എന്ന് പറയുന്നത് ഔദിൽ ലക്നൌവിലുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനാവാണ്. അങ്ങനെ മകനാണ് പിന്നീട് ഈ ഒരു സ്ഥാനത്തേക്ക് നേതാവായിട്ട് വരുന്നത് ബ്രിജിസ് ഖാദർ. എല്ലായിടത്തും നേതാക്കൾ രാജസദസ്സുമായി ബന്ധമുള്ള റാണിമാരും രാജാക്കന്മാരും നവാബുമാരും താലൂക്ക്ദാർമാരായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് ഷാമൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലുള്ള ഗ്രാമവാസികളെ സംഘടിപ്പിച്ചു. ഛോട്ടാ നാഗ്പൂരിൽ ആരായിരുന്നു? ഗോനു ആയിരുന്നു. ഗോനു ഛോട്ടാ നാഗ്പൂർ പഠിച്ചു വെച്ചിരിക്കുക. ഗോനു ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നത് ജഗദീഷ്പൂരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിജിസ് ഖാദറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആരാണ് ഗോനു അല്ലേ? ഛോട്ടാ നാഗ്പൂരിൽ ആരാണ്? ഗോനു. അതും പഠിച്ചു വെച്ചിരിക്കാം. ഇനി 1957 2 കലാപകാരികളാണ് ഷാമലും മൗലവി അഹമ്മദുള്ള ഷായും. ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആണോ. ഷാമൽ എത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഷാമൽ എവിടെയായിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലാണ് ആരുണ്ടായിരുന്നത്? ഷാമൽ ഉണ്ടായിരുന്നത്. ഇനി
പിന്നെ പഠിക്കേണ്ടത് 1957 ജൂലൈയിൽ ഒരു യുദ്ധത്തിൽ ഷമൽ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ മൗലവി അഹമ്മദുള്ള ഷാ. മൗലവി അഹമ്മദുള്ള ഷാ എവിടെയായിരുന്നു? മൗലവി അഹമ്മദുള്ള ഷാ ഫൈസാബാദിൽ, ഹൈദരാബാദിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരു മതപ്രബോധകനായി തീരുന്നു. ഫൈസാബാദ്, ഫരീദാബാദിലൊക്കെയാണ് ആര് വരുന്നത്? മൗലവി അഹമ്മദുള്ള ഷാ വരുന്നത്. പിന്നെ ഡെങ്കാശ. ഡെങ്കാശ എന്നറിയപ്പെട്ടിരുന്ന ആരെയാണ്? മൗലവി അഹമ്മദുള്ള ഷായിയാണ് ഡെങ്കാശ എന്നറിയപ്പെട്ടിരുന്നത്. ഡെങ്കാശ എന്നാണ് സാധാരണയായിട്ട് വിളിക്കപ്പെട്ടിരുന്നത്. അതും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി കിംവദന്തികളും പ്രവചനങ്ങളും. നമ്മൾ പറഞ്ഞു പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ആവരണം ചെയ്തതാണെന്ന് പറയുന്നതാണ് അല്ലേ, അതൊക്കെയാണ് പ്രധാനമായിട്ട് കലാപത്തിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൈഫിൾ ഇൻസ്ട്രക്ഷൻ ഡിപ്പോയുടെ കമാൻഡറായ ക്യാപ്റ്റൻ റൈറ്റ് ഒരു സംഭവത്തിൻ്റെ വിവരണം നൽകിയത് പ്രകാരമാണ് 1957 ജനുവരി മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ ഡാംലെ ആയുധ സംഭരണശാലയിൽ ജോലി ചെയ്തിരുന്ന താഴ്ന്ന ജാതിക്കാരനായ ഒരു ഗലാസി ബ്രാഹ്മണനായ ഒരു ശിപ്പായിയോട് അദ്ദേഹത്തിൻ്റെ ലോട്ടയിൽ നിന്നും കുടിക്കാനായി വെള്ളം ചോദിച്ചു. താഴ്ന്ന ജാതിക്കാർ തൊട്ടാൽ ലോട്ട അശുദ്ധമാകുമെന്ന് പറഞ്ഞ് വെള്ളം നൽകുവാൻ ശിപ്പായി വിസമ്മതിച്ചു. പശുവിനെയും പന്നിയുടെയും കൊഴുപ്പ് ആവരണം ചെയ്ത തിരകൾ അധികം വൈകാതെ നിങ്ങൾക്ക് കടിക്കേണ്ടി വരുമെന്നും അതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതി നഷ്ടപ്പെടുമെന്നും ഗലാസി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവണം ഇങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണം വന്നതെന്നാണ് പറയുന്നത്. 1857 തുടക്കത്തിൽ വടക്കേ ഇന്ത്യയിൽ പ്രചരിച്ചത് ഈ ഒരൊറ്റ കിംവദന്തി മാത്രമായിരുന്നില്ല. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വളരെ വലിയ ഒരു ഗൂഢാലോചന ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരു കിംവദന്തിയും പ്രചരിച്ചു. ഈ ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ പശുവിനെയും പന്നിയുടെയും എല്ലുപൊടി കമ്പോളത്തിൽ വിൽക്കുന്ന ധാന്യപ്പൊടിയിൽ കലർത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടണങ്ങളിലും സൈനിക താവളങ്ങളിലും ശിപായിമാരും ജനങ്ങളും ഈ ഗോതമ്പ് പൊടി തൊടാൻ വിസമ്മതിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന സംശയം വന്നു. അതും പഠിച്ചു വെച്ചിരിക്കാം. NCERT കാരണം നമുക്ക് ഈ കാരണങ്ങൾ ഇതൊക്കെ വരാം. എന്താണ് മതപരിവർത്തനം വരാം അല്ലേ, മതപരിവർത്തനം പ്രധാനമായിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എന്താണ് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് തോക്കുക മാത്രമാണ് നമുക്ക് NCERT പറയുന്നത്. NCERT എന്താണ് ഈ എല്ലുപൊടി ഒക്കെ അല്ലേ, പന്നിയുടെയൊക്കെ എല്ലുപൊടി ധാന്യപ്പൊടിയിലുണ്ട് എന്നുള്ള ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് 1957 ജൂൺ 23 പ്ലാസി യുദ്ധത്തിൻ്റെ 100-ാം വാർഷിക ദിനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുമെന്ന പ്രവചനവും ജനങ്ങളെ കലാപത്തിലേക്ക് നയിക്കുന്നതിന് കൂടുതൽ ശക്തി പകർന്നു. 1957 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഭരണം അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യവും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ആ സമയത്ത് പ്രചരിച്ചിരുന്ന ഒരേ ഒരു കാര്യം കിംവദന്തികൾ മാത്രമായിരുന്നില്ല. ഗ്രാമങ്ങൾ തോറും ചപ്പാത്തികൾ വിതരണം ചെയ്യുന്നതായി വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഭവ വിവരണങ്ങൾ വന്നുകൊണ്ടിരുന്നു. രാത്രികാലങ്ങളിൽ ഒരാൾ വരികയും ആ ഗ്രാമത്തിലെ കാവൽക്കാരന് ഒരു ചപ്പാത്തി കൊടുക്കുകയും ഇനിയും 5 ചപ്പാത്തി കൂടി ഉണ്ടാക്കി അടുത്ത ഗ്രാമത്തിലും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഇത് തുടരുകയും ചെയ്തു. ചപ്പാത്തികൾ വിതരണം ചെയ്തതിൻ്റെ അർത്ഥവും ഉദ്ദേശവും അന്ന് ഇന്നും വ്യക്തമല്ല. എന്നാൽ ജനങ്ങൾ ഇതിനെ കലാപത്തിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കിയിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമുക്കറിയാം അല്ലേ, ചപ്പാത്തി ലഹളം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതിനെയാണ് 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ അടുത്ത് നടന്ന 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നെക്സ്റ്റ്, അപ്പോൾ ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഈ കിംവദന്തികളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ജനങ്ങളുടെയും ഭയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പ്രതിനിധിയാകുമ്പോൾ മാത്രമാണ് കിംവദന്തികൾ പ്രചരിക്കുന്നത്. 1920കളുടെ അവസാന കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണുമ്പോഴാണ് 1957 കിംവദന്തികളുടെ അർത്ഥം നമുക്ക് ബോധ്യമാകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ സമയം മുതൽ ഗവർണർ ജനറലായ വില്യം ബെന്റിക് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ ആശയങ്ങളും പാശ്ചാത്യ സ്ഥാപനങ്ങളും നടപ്പിലാക്കി തുടങ്ങി. ഇന്ത്യൻ സമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ സഹകരണത്തോടെ അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും കോളേജും സർവകലാശാലകളും സ്ഥാപിച്ചു. ഈ സ്ഥാപനങ്ങൾ പാശ്ചാത്യ ശാസ്ത്രവും പുരാഗമന കലകളും പഠിപ്പിച്ചു. സതി പോലുള്ള ആചാരങ്ങൾ നിർത്തലാക്കുന്നതിനും ഹിന്ദു വിധവകൾക്ക് പുനർവിവാഹം അനുവദിക്കുന്നതിനും ബ്രിട്ടീഷുകാർ നിയമങ്ങൾ നടപ്പിലാക്കി. ദുർഭരണം ആരോപിച്ചും തടുക്കൽ നിരോധിച്ചും പലതരം വാദമുഖങ്ങളിലൂടെ അപ്പോൾ അത് മാത്രമല്ല, ഝാൻസി, സത്താറൊക്കെ എന്നാണ് ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഉടനെ അവിടെ അവരുടേതായ ഭരണ സമ്പ്രദായങ്ങളും നിയമങ്ങളും ഭൂനികുതി വ്യവസ്ഥയും ഭൂനികുതി പിരിവിനുള്ള സംവിധാനങ്ങളും നടപ്പിലാക്കി.
തങ്ങൾ വിലപ്പെട്ടതായും പരിഭാവനമായും കരുതിയിരുന്ന രാജാക്കന്മാരും സാമൂഹിക മതാചാരങ്ങളും മുതൽ ഭൂമി കൈവശ രീതികളും നികുതി സമ്പ്രദായങ്ങളും വരെയുള്ള സകലതും നശിക്കപ്പെടുകയും അതിന് പകരം കൂടുതൽ വ്യക്തിപരമല്ലാത്തതും അന്യായമായതും അടിച്ചമർത്തലിൻ്റെതുമായിട്ടുള്ള ഒരു വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടതായിട്ട് ജനങ്ങൾക്ക് തോന്നി. ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മൂലം ഈ ധാരണ കൂടുതൽ ശക്തിപ്പെട്ടു. അനിശ്ചിതത്വത്തിൻ്റെ അത്തരമൊരു സാഹചര്യത്തിൽ കിംവദന്തികൾക്ക് അസാധാരണമായ വേഗത കൈവന്നു. നെക്സ്റ്റ് ഔദ്യോഗിക കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പഠിച്ചു വെച്ചേക്കുക. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 5 വർഷങ്ങൾക്ക് ശേഷം 1856 ഔദ് രാജ്യം ഔപചാരികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ പിടിച്ചെടുക്കൽ ഘട്ടങ്ങളായാണ് സംഭവിച്ചത്. 1801 സൈനിക സഹായ വ്യവസ്ഥ ഔദിനുമേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വ്യവസ്ഥയിലെ നിബന്ധനകൾ പ്രകാരം നവാബ് തന്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും രാജ്യത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ നിലനിർത്താൻ അനുവദിക്കുകയും ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ രാജകൊട്ടാരത്തിൽ നിലനിർത്തുകയും വേണമായിരുന്നു. ഇത് ഓർമ്മയുണ്ടോ? ഈ ഒരു പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നാട്ടുരാജാക്കന്മാർ ഈ ഒരു വെല്ലസി പ്രഭു നടപ്പിലാക്കിയിട്ടുള്ള സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിടാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഔദ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. തൻ്റെ സായുധ സേനയെ നഷ്ടപ്പെട്ട നവാബിന് രാജ്യത്തിനുള്ളിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിന് ബ്രിട്ടീഷുകാരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നു. കലാപകാരികളായ മുഖ്യന്മാരുടെയും താലൂക്കുദാർമാരുടെയുള്ള മേലുള്ള നിയന്ത്രണം അധികകാലം ഉറപ്പിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതേസമയം ഔദ് കൈവശപ്പെടുത്തുന്നതിൽ ബ്രിട്ടീഷുകാർ അതീവ താല്പര്യം കാണിച്ചു തുടങ്ങി. ആ പ്രദേശത്തെ മണ്ണ് നീലവും പരുത്തിയും കൃഷി ചെയ്യാൻ അനുയോജ്യമാണെന്നും ഉത്തരേന്ത്യയിലെ മുഖ്യ കമ്പോളമായി വികസിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലത്താണെന്നും അവർ കരുതി. അതിനു പുറമെ 1850കളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാന പ്രദേശങ്ങളും മറാത്ത ഭൂപ്രദേശങ്ങൾ, ദുആബ്, കർണാട്ടിക്, പഞ്ചാബ്, ബംഗാൾ എന്നിവ അവർ പിടിച്ചെടുത്തിരുന്നു. ഇനി പ്രാണൻ ശരീരം വിട്ടുപോയി. അതിനെപ്പെടുത്തി എല്ലാ പ്രദേശങ്ങളിലെയും രാജ്യങ്ങളിലും ഡൽഹൌസിയുടെ പിടിച്ചെടുക്കലുകൾ വ്യാപകമായിട്ടുള്ള അപ്രിയം ഉളവാക്കി. എന്നാൽ അത് മറ്റേത് പ്രദേശത്തേക്കാളും ഏറ്റവും അധികം പ്രകടമായത് എവിടെയാണ്? ഉത്തരേന്ത്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഔദിലാണ്. ഈ പ്രദേശത്ത് ദുർഭരണം നടത്തുന്നു എന്ന വാദം ഉന്നയിച്ച് നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കുകയും കൽക്കട്ടയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. എവിടേക്കാണ്? കൽക്കട്ടയിലേക്ക് നാട് കടത്തി. വാജിദ് അലി ഷാ ജനസമ്മതി ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തെറ്റായി ധരിക്കുകയും ചെയ്തു. നേരെ മറിച്ച് അദ്ദേഹം പരക്കെ സ്നേഹിക്കപ്പെട്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ലക്നൗ ഉപേക്ഷിച്ച് അദ്ദേഹം പോയപ്പോൾ വിലാപഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നിരവധി പേർ കാൺപൂർ വരെ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്, നമ്മൾ പഠിച്ചതാണ്. 1798 വെല്ലസി പ്രഭു ആവിഷ്കരിച്ചതാണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലേ? തങ്ങളുടെ സഖ്യകക്ഷിയുടെ ഭരണത്തെ വൈദേശിക ആഭ്യന്തര ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷുകാർക്കായിരിക്കും. നമുക്ക് NCERT പറയുന്ന പോയിന്റ്സ് കൊണ്ട് നോക്കി നോക്കാം. എന്നാണ് തങ്ങളുടെ സഖ്യകക്ഷിയുടെ ഭരണത്തെ വൈദേശിക ആഭ്യന്തര ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. സഖ്യകക്ഷിയുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് സൈനിക വിഭാഗത്തെ അവർ ഒതുക്കും. ഈ സൈനിക വിഭാഗത്തെ നിലനിർത്തുന്നതിനുള്ള വരുമാന വിഭവങ്ങൾ സഖ്യകക്ഷി നൽകണം. ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടി മാത്രമേ സഖ്യകക്ഷിക്കും മറ്റ് ഭരണാധികാരികളുമായിട്ട് കരാറുകളിൽ ഏർപ്പെടാനോ യുദ്ധം ചെയ്യാനോ കഴിയൂ. ഇനി ഇവിടെ വാജിദ് അലി ഷായുടെ ഇടവാങ്ങലിനെ കുറിച്ചിട്ട് ഒരു മാതൃരാജ്യം വിട്ടു പോകേണ്ടി വന്ന ഭരണാധികാരിയുടെ ദുരവസ്ഥയിൽ വിലപിക്കുന്ന ഒരു ഗാനമൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ താലൂക്കുദാർമാരെയും കുറിച്ച് പറയുന്നുണ്ട്. പുതിയ NCERT ചാപ്റ്റേഴ്സിലാണ് ഈ താലൂക്കുദാർമാരെ കുറിച്ച് പറയുന്നത്. NCERTയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വായിച്ചു വെക്കാം അല്ലേ? ഔദിലെ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങിങ്ങായി താലൂക്കുദാർമാർക്ക് അനവധി എസ്റ്റേറ്റുകളും കോട്ടകളും ഉണ്ടായിരുന്നു. അനേകം തലമുറകളായി ഈ ഭൂമിയുടെ നിയന്ത്രണവും ഗ്രാമപ്രദേശത്തിൻ്റെ അധികാരിമാർക്കാണ്, ഇവരുടെ കയ്യാളികൾക്കാണ് അല്ലേ? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് താലൂക്കുദാർമാർ സായുധ സൈന്യത്തെ നിലനിർത്തുകയും കോട്ടകൾ പണിയുകയും നവാബിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ താലൂക്കുകളുടെ നികുതി വരുമാനം അദ്ദേഹത്തിന് നൽകുന്നിടത്തോളം കാലം ഒരളവ് വരെ സ്വയം ഭരണാവകാശം അനുഭവിക്കുകയും ചെയ്തിരുന്നു. ചില വലിയ താലൂക്കുദാർമാർക്ക് 12,000-ഓളവും ചെറിയ താലൂക്കുദാർമാർക്ക് 200-ഓളവും പടയാളികളുണ്ടായിരുന്നു. താലൂക്കുദാർമാരുടെ അധികാരത്തെ വെച്ച് ഉറപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുതിയ പ്രദേശങ്ങൾ സംയോജിപ്പിച്ച ഉടൻ തന്നെ താലൂക്കുദാർമാരെ നിരായുധരാക്കുകയും അവരുടെ കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇനി ഇവിടെ പഠിച്ചു വെച്ചിരിക്കാം, ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങൾ താലൂക്കുദാർമാരുടെ സ്ഥാനത്തെയും അധികാരത്തെയും കൂടുതൽ ദുർബലമാക്കി. പിടിച്ചെടുക്കലിന് ശേഷം 1856 സമ്മറി വ്യവസ്ഥ എന്നറിയപ്പെട്ടിരുന്ന ആദ്യ ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് താലൂക്കുദാർമാർ ഭൂമിയിൽ സ്ഥിരമായ യാതൊരു അവകാശമില്ലാതെ നുഴഞ്ഞു കയറ്റക്കാരും ബലപ്രയോഗത്തിലൂടെയും വഞ്ചനയിലൂടെയും കൈവശപ്പെടുത്തിയവരാണ് എന്ന് കരുതിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് 1856 സമ്മറി വ്യവസ്ഥ വരുന്നുണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഭൂനികുതി വ്യവസ്ഥ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് 1856
6 സമ്മറി വ്യവസ്ഥയാണ്. അങ്ങനെ സമ്മറി വ്യവസ്ഥ പ്രകാരം താലൂക്കുദാർമാരെ കൈവശം വെച്ചിരുന്ന ഭൂമിയുടെ വിഹിതമൊക്കെ കുറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയേണ്ടത് ലക്നൗവിൽ പോരാടിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗവിലെ ബീഗം ഹസ്രത്ത് മഹലാണ്. പഠിച്ചു വെച്ചിരിക്കാം. ശിപ്പായിമാരിൽ ബഹുഭൂരിപക്ഷവും ഔദ്ലെ ഗ്രാമങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ കർഷകരുടെ ആവലാതികൾ ശിപ്പായി നിരകളിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു. ദശാബ്ദങ്ങളായി ശിപ്പായിമാർക്ക് ലഭിച്ചിരുന്ന കുറഞ്ഞ വേതനത്തെക്കുറിച്ചും അവധി ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പരാതിപ്പെട്ടിരുന്നു. 1850കളോടെ അവരുടെ അസംതൃപ്തിക്ക് മറ്റു കാരണങ്ങളുണ്ടായിരുന്നു. 1857 കലാപത്തിന് തൊട്ടുമുമ്പുള്ള വർഷങ്ങളിൽ ശിപ്പായിമാരും അവരുടെ വെള്ളക്കാരായ മേലധികാരികളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. 1820കളിൽ ശിപ്പായിമാരുടെ സൗഹൃദം നിലനിർത്താൻ വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. വിനോദ പരിപാടികളിൽ പങ്കെടുപ്പിക്കും. അതുപോലെ തന്നെ മറ്റു മല്ലയുദ്ധത്തിൽ ഏർപ്പെടുകയും വാൾപ്പയറ്റ് നടത്തുകയും അവരോടൊപ്പം പ്രാപിടിയന്മാരെ ഉപയോഗിച്ചുള്ള വേട്ടയ്ക്ക് പോവുകയും ചെയ്തിരുന്നു. അവരിൽ പലരും ഹിന്ദുസ്ഥാനി ഭാഷ അനായാസം കൈകാര്യം ചെയ്യുകയും രാജ്യത്തിന്റെ ആചാരങ്ങളും സംസ്കാരവും പരിചിതമാക്കുകയും ചെയ്തിരുന്നു. ഒരേ സമയം അച്ചടക്കം നടപ്പിലാക്കുന്നവരും പിന്തുല്യ പരിവേഷമുള്ളവരുമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവരെ കുറച്ചും കൂടി ഇവരുടെ ഭാഗത്തേക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഭാഷകളൊക്കെ ഇവർ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു അല്ലേ ബ്രിട്ടീഷുകാർ. 1940കളിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. ഉദ്യോഗസ്ഥർ ഒരു തരം മേധാവിത്വ ബോധം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ശിപ്പായിമാരെ വശീകരമായിട്ട് തങ്ങളേക്കാൾ താണവരായിട്ട് കരുതുകയും അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെ ചവിട്ടി മതിക്കുകയും ചെയ്തു. ശാരീരിക അതിക്രമം നേരിടേണ്ടി വന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള അന്തരം കൂടാണ്. തോക്കിൻതിരകളിൽ കൊഴുപ്പ് ആവരണം ചെയ്ത സംഭവം എന്നൊരു ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്, അവരിൽ പലരും ബ്രാഹ്മണരോ ഉയർന്ന ജാതിക്കാരോ ആയിരുന്നു. അതായത് ബംഗാൾ സൈന്യത്തിലെ ബഹുഭൂരിപക്ഷം ശിപ്പായിമാരും ഔദിലെയും കിഴക്കൻ ഉത്തർപ്രദേശിലെയും ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരിൽ കൂടുതലും ഉയർന്ന ജാതിക്കാരാണ്. വാസ്തവത്തിൽ ഔദിനെ ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്നാണ് വിളിച്ചിരുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഈ ഒരു ഔദിനെയാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കലാപകാരികൾ ആഗ്രഹിച്ചത്. വിജയികൾ എന്ന നിലയിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ പരീക്ഷണങ്ങളെയും കഷ്ടതകളെയും സാഹസികതകളെയും കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി കെട്ടവരും പ്രാകൃതരുമായ ഒരു കൂട്ടം ജനങ്ങളെന്ന പോലെ കലാപകാരികളെ അവർ തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ പറയുന്നതാണ്, അവരിൽ ഭൂരിഭാഗം ശിപ്പായിമാരും നിരക്ഷരായ സാധാരണക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങളെ കലാപത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടി കലാപ നേതാക്കൾ പുറപ്പെടുവിച്ച ഏതാനും പ്രഖ്യാപനങ്ങളും ഇഷ്തഹാറുകളും അതായത് അറിയിപ്പുകളും ഒഴികെ കാര്യമായി കലാപകാരികളുടെ കാഴ്ചപ്പാടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ഇനി ഐക്യതാ വീക്ഷണം നമ്മൾ പറഞ്ഞു അല്ലേ, മുസ്ലിം ഹിന്ദുക്കളുടെയും ഐക്യതയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കലാപത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1957 കലാപ പ്രഖ്യാപനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനവിഭാഗങ്ങളോടുമായിരുന്നു ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ മതി അവിടെ. ഇനി അസംഗാർ പ്രഖ്യാപനം പഠിച്ചു വെച്ചിരിക്കുക. 1957 ഓഗസ്റ്റ് 25 അസംഗാർ പ്രഖ്യാപനം വരുന്നത്. കലാപകാരികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മുടെ അറിവിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നാണിത്. ഈ യുഗത്തിലെ ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളും മുഹമ്മദിയുമായിട്ടുള്ള ജനങ്ങൾ അവിശ്വാസികളും ചതിയന്മാരുമായ ഇംഗ്ലീഷുകാരുടെ ദുർഭരണത്തിലും അടിച്ചമർത്തലും നശിക്കപ്പെടുന്നുവെന്ന് ഏവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അസംഗാർ വിളംബരം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 1957 ഓഗസ്റ്റ് 25 അസംഗാർ വിളംബരം നടക്കുന്നത്. അപ്പോൾ ഈ വിളംബരത്തിലൂടെ പറയുന്നത് എന്താണ്? ഓക്കെ, ഭാഗം 1 സമീന്ദാർമാരെ സംബന്ധിക്കുന്നതായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് സമീന്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ചപ്പോൾ ഭീമമായ തുക അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നും വാടക കുടിശ്ശിക ഈടാക്കാൻ അവരുടെ എസ്റ്റേറ്റുകൾ പൊതുലേലത്തിന് വെച്ചുകൊണ്ട് നിരവധി സമീന്ദാർമാരെ അപമാനിക്കുകയും തകർക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സമീന്ദാർമാരെ സംബന്ധിക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗത്തിൽ വ്യാപാരികളെ സംബന്ധിക്കുന്നതായിരുന്നു. അവിശ്വാസികളും ചതിയന്മാരുമായ ബ്രിട്ടീഷ് ഗവൺമെൻറ് മികവുറ്റതും മേന്മയേറിയതുമായ നീലം, വസ്ത്രം, കപ്പൽ വ്യാപാരത്തിനുള്ള സാധനങ്ങൾ തുടങ്ങിയ എല്ലാ ചരക്കുകളുടെയും വ്യാപാരം കുത്തകയാക്കുകയും നിസ്സാര വസ്തുക്കളുടെ കച്ചവടം മാത്രം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. ഇതിന് പുറമെ ലാഭവിഹിതത്തിൽ നിന്ന് തപാൽ കൂലി, ചുങ്കം, സ്കൂളുകൾക്കുള്ള വരിസംഖ്യ എന്നിവ ഇനങ്ങളിൽ നിന്നാണ് പിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ വ്യാപാരികളെ സംബന്ധിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തേൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ അവസാനം അനുഷ്ഠിക്കുന്ന തദ്ദേശീയരായ ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും അനാദരവും കുറഞ്ഞ വേതനവുമാണ്. കൂടാതെ യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഇല്ലെന്നുള്ളത് രഹസ്യമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഭാഗം 4 കൈത്തൊഴിലുകാരെ സംബന്ധിക്കുന്നത്. ഭാഗം 4 കൈത്തൊഴിലുകാരെ സംബന്ധിക്കുന്നത്. ഭാഗം 5 പണ്ഡിറ്റ്
പണ്ഡിറ്റുകൾ, ഫക്കീർമാർ, മറ്റു പണ്ഡിതന്മാർ എന്നിവരെ സംബന്ധിക്കുന്നതാണ്. കൈത്തൊഴിൽക്കാരെ സംബന്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് സാധനങ്ങൾ കൊണ്ടുവന്ന യൂറോപ്യർ, നെയ്ത്തുകാർ, പരുത്തി വസ്ത്രം തുന്നുന്നവർ, ആശാരിമാർ, കൊല്ലപ്പണിക്കാർ, ചെരുപ്പുണ്ടാക്കുന്നവർ തുടങ്ങിയവരെ തൊഴിൽ രഹിതരാക്കി എന്നതാ പറയുന്നതാണ്. ഇനി ഭാഗം 5 പണ്ഡിറ്റുകൾ, ഫക്കീർമാർ, മറ്റു പണ്ഡിതന്മാരാണ്. ഇത് ഇവരെ കുറിച്ചിട്ട് പണ്ഡിറ്റുകളും ഫക്കീറുകളും യഥാക്രമം ഹിന്ദു, മുഹമ്മദൻ മതങ്ങളുടെ സംരക്ഷകരായിരിക്കെ യൂറോപ്യൻ 2 മതങ്ങളെയും ശത്രുക്കളാണെന്നിരിക്കെ നിലവിൽ മതത്തിൻ്റെ പേരിൽ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുവാണെന്നിരിക്കെ പണ്ഡിറ്റുകളും അതുപോലെ ഫക്കീറുകളും എന്നോടൊപ്പം ചേരേണ്ടതാണെന്നൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കാരുടെ വിളംബരം എന്നാണ് പഠിച്ചത്. ശരിക്കും 1857 ഓഗസ്റ്റ് 25 അതുപോലെ തന്നെ ഈ ഏതൊക്കെ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഭാഗം 1 സെമീന്ദാർമാരെ കുറിച്ച്, ഭാഗം 2 വ്യാപാരികളെ, ഭാഗം 3 സർക്കാർ ഉദ്യോഗസ്ഥരെ, ഭാഗം 4 കൈത്തൊഴിൽക്കാർ, ഭാഗം 5 പണ്ഡിറ്റുകൾ, ഫക്കീർമാർ. ഓക്കെ, ഇനി ശിപ്പായിമാർ ചിന്തിച്ചിരുന്നത് എന്താണ്? ഇനി ശിപ്പായിമാർ ചിന്തിച്ചിരുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഈ കൊഴുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, പന്നികളുടെയും പശുക്കളുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ധാന്യത്തിലൊക്കെ ഈ ഇവരുടെ എല്ലിപ്പൊടിയൊക്കെ ഈ പശുക്കളുടെയും പന്നികളുടെയൊക്കെ എല്ലിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ധാന്യപ്പൊടി എന്നൊക്കെ ഉള്ളൊരു കിംവദന്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി അടിച്ചമർത്തലിൻ്റെ പ്രതീകങ്ങൾക്കെതിരെ ഇവിടെ നോക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം തടയുന്നതിന് വേണ്ടിയിട്ടും അതിനെ കുറിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ജാതിയെയും മതങ്ങളെയും നശിപ്പിക്കുന്നതിനും അവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നതിനും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്നുള്ള വ്യാപകമായ ഭയമാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെളിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. കൂടുതൽ മഹത്തരമായ പൊതുജന നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു അത് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് പ്രധാനമായിട്ടുള്ളത് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ട് പോകാം കേട്ടോ. ഇനി എന്തൊക്കെ കലാപകാരികളായി ഗ്രാമീണ ഔദിൽ ഔദ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചു. വടക്ക് പ്രദേശങ്ങളിൽ നിന്നുള്ള ആശയവിനിമയ മാർഗ്ഗങ്ങളിൽ ഔദിലെ ജനങ്ങൾ ക്രമേണ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔദിലെ ജനങ്ങൾ ഗ്രാമീണരാണ്. ഈ ഗ്രാമീണർ യൂറോപ്യന്മാർക്ക് അടുത്തിടപഴകുവാൻ കഴിയാത്തവരും അവരെ കാണുന്ന മാത്രയിൽ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷരാവുകയും പിന്നീട് വീണ്ടും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നവരാണ്. ധാരാളം തോക്കുകൾ കൈവശമുള്ള ഒരു വലിയ പുരുഷന്മാരാണ് സിവിൽ അധികൃതർ എന്ന് ഈ ഗ്രാമീണരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. 1857 ജൂൺ ആരംഭത്തിൽ ഡൽഹി വീണ്ടെടുക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ബ്രിട്ടീഷുകാർ ആരംഭിച്ചു എങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടെ ഈ നഗരം അന്തിമമായി പിടിച്ചെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഗംഗാ സമതലങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് തിരിച്ചുപിടിക്കലിൻ്റെ പുരോഗതി സാവധാനത്തിലായിരുന്നു. അതുപോലെ തന്നെ 1858 മാർച്ചിൽ മാത്രമാണ് ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഔദിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1858 മാർച്ചിലാണ് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ബ്രിട്ടീഷുകാർ വലിയ തോതിൽ സൈനിക ശക്തി ഉപയോഗിച്ചു. എന്നാൽ ഈ ഒരു ആയുധം മാത്രമായിരുന്നില്ല അവർ ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഒറ്റക്കെട്ടായി പ്രതിരോധം തീർത്ത വലിയ ഭൂവുടമകളുടെയും കർഷകരുടെയും ഐക്യം തകർക്കുവാൻ ബ്രിട്ടീഷുകാർ വലിയ ഭൂവുടമകൾക്ക് അവരുടെ എസ്റ്റേറ്റുകൾ തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൂടെ പരിശ്രമിച്ചു. കലാപകാരികളായ ഭൂവുടമകളെ പുറത്താക്കുകയും വിശ്വസ്തർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. പല ഭൂവുടമകളും ബ്രിട്ടീഷുകാരുടെ പടപൊരുതി മരണം വരിച്ചു, അല്ലെങ്കിൽ നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയും അവിടെ വെച്ച് രോഗം മൂലമോ പട്ടിണി മൂലമോ മരണപ്പെടുകയും ചെയ്തു. ഇനി ഒരു കാലത്ത് നവാബ് വാജിദ് അലി ഷാ ഉല്ലാസത്തിനായി നിർമ്മിച്ച ഉദ്യാനമാണ് എന്ന് പറയുന്നത് ലക്നൌവിലെ സെക്കന്ദരാബാദിലെ ഫെലിസ് ബിയാറ്റോ എന്ന് പറയുന്ന അടുത്തൊരു ക്യാമറ ചിത്രം കാണുന്നുണ്ടല്ലോ ഇത് കേട്ടോ. ഇത് ക്യാമലിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന 1857 2000 കലാപകാര്യങ്ങളെ ഈ സ്ഥലത്ത് വെച്ച് വധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അസ്ഥികൂടങ്ങൾ കലാപത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട്, അതായത് നമുക്കറിയാം കൂടുതലായിട്ടും 1857 കലാപത്തിനെ കുറിച്ചിട്ട് കാർട്ടൂണുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമാണ് റിലീഫ് ഓഫ് ലക്നൗ. 1859 വരച്ച റിലീഫ് ഓഫ് ലക്നൗ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് വായിച്ചു പോവാം. കാരണം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെക്കുറിച്ചിട്ടായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, നമ്മുടെ ഇൻ മെമ്മോറിയം, അതുപോലെ തന്നെ പിന്നെ ഒരു കാർട്ടൂൺ ചിത്രം ഉണ്ടായിരുന്നില്ലേ പഞ്ച് അല്ലേ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങളുടെയും പ്രതികരണങ്ങളുടെയും ഒരു നിര തന്നെ സൃഷ്ടിക്കാനുതകുന്ന വൈവിധ്യമാർന്ന അനേകം പ്രതിബിംബങ്ങൾ ബ്രിട്ടീഷ് ചിത്രങ്ങൾ നൽകുന്നു. കലാപകാരികളെ അടിച്ചമർത്തുകയും ഇംഗ്ലീഷുകാരെ രക്ഷിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് വീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായാണ് വെയിൽസിലേത്.
തോമസ് ജോൺസ് ബാർക്കാർ 1859 വരച്ച റിലീഫ് ഓഫ് ലക്നൗ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. പഠിച്ചു വെച്ചിരിക്കാം. കലാപകാരികളുടെ സൈന്യം ലക്നൗ വളഞ്ഞപ്പോൾ ലക്നൌവിലെ കമ്മീഷണർ ആയിരുന്ന ഹെൻറി ലോറൻസ് ക്രിസ്തുമത വിശ്വാസികളായ ജനങ്ങളെ കൂട്ടി കോട്ടകളാൽ സുശക്തമായ റെസിഡൻസിൽ അഭയം തേടുകയുണ്ടായി. ലോറൻസ് കൊല്ലപ്പെട്ടുവെങ്കിലും റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി കേണൽ ഇൻഗിൾസിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധിക്കുന്നത് തുടർന്നു. സെപ്റ്റംബർ 25 ജെയിംസ് ഔട്ട്രം, ഹെൻറി ഹാവ്ലോക്ക് എന്നിവർ എത്തിച്ചേരുകയും കലാപകാരികളെ മുറിച്ചു കടന്നുകൊണ്ട് ബ്രിട്ടീഷ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 20 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനകളുടെ പുതിയ കമാൻഡറായി നിയമിക്കപ്പെട്ട കോളിൻ ക്യാമ്പൽ തൻ്റെ സൈന്യത്തോടെ എത്തിച്ചേരുകയും വളയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് വിവരണങ്ങളിൽ ലക്നൗ തിരിച്ചുപിടിച്ചത് അതിജീവനത്തിൻ്റെയും ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെയും ബ്രിട്ടീഷ് ശക്തിയുടെ ആത്യന്തിക വിജയത്തിൻ്റെയും കഥയായി മാറി. പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഈ ഒരു റിലീഫ് ഓഫ് ലക്നൗവിൽ പറയുന്നത് ലക്നൗ കുറേ കലാപകാരികൾ വളഞ്ഞപ്പോൾ ഹെൻറി ലോറൻസ് ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള കുറേ ജനങ്ങളെ കൂട്ടിയിട്ട് റെസിഡൻസിൽ അഭയം തേടാണ്. ആ സമയത്ത് ലോറൻസ് കൊല്ലപ്പെട്ടു. എന്നാലും ഈ റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി കേണൽ ഇംഗ്ലീഷിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധിക്കുന്നത് തുടർന്നു. അങ്ങനെ സെപ്റ്റംബർ 25 ജെയിംസ് ഔട്ട്രം, ഹെൻറി ഹാവ്ലോക്ക് എന്നിവർ എത്തിച്ചേരാണ്. 20 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ സൈനിക ശക്തി എന്താണ് വർദ്ധിക്കുകയാണ് അല്ലേ. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈനികളുടെ പുതിയ കമാൻഡറായിട്ട് നിയമിക്കപ്പെട്ട കോളിൻ ക്യാമ്പൽ വരുന്നുണ്ട്. അങ്ങനെ വളയപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണങ്ങളിൽ ലക്നൗ തിരിച്ചുപിടിച്ചത് അതിജീവനത്തിൻ്റെയും ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെയും കഥയായിട്ടാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. ബാർക്കറുടെ ചിത്രം ക്യാമ്പലിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ചോദിക്കാട്ടോ, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ച കാരണം തന്നെ നമുക്ക് ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കണം. ബാർക്കറുടെ ചിത്രം ഏതാണ്? തോമസ് ജോൺസ് ബാർക്കർ 1859. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? ക്യാമ്പലിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ നിമിഷത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ക്യാൻവാസിൻ്റെയും മധ്യത്തിലുള്ളത് ക്യാമ്പൽ, ഔട്ട്രാം, ഹാവ്ലോക്ക് എന്നീ ബ്രിട്ടീഷ് വീരന്മാരാണ്. ഈ മധ്യത്തിലുള്ളത് ആരൊക്കെയാണെന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ക്യാൻവാസിൻ്റെ മധ്യത്തിലുള്ളത് ക്യാമ്പൽ, ഔട്ട്രം, ഹാവ്ലോക്ക് എന്നിവരാണ്. ചുറ്റുമുള്ളവരുടെ കൈകളിലെ ആംഗ്യങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണുകളെ ചിത്രത്തിൻ്റെ മധ്യത്തിലേക്ക് ആകർഷിക്കുന്നു. വീരന്മാർ നിലയുറപ്പിച്ച സ്ഥലം പ്രകാശപൂരിതമാണ്. മുൻവശത്തെ നിഴലുകളും പശ്ചാത്തലത്തിൽ റെസിഡൻറ്റിന് നശിപ്പിക്കപ്പെട്ട ഔദ്യോഗിക വസതിയും കാണാം. അത് ഈ പിക്ചറിൽ കാണുന്ന തൊട്ടിക്കെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മധ്യഭാഗത്ത് നിന്നാണ് ഒരു വെളുത്ത ഒരു പ്രകാശമാണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും കൈയടിച്ചിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്തൊക്കെയാണ്? ഇവിടെ കുറേ പേര് മരിച്ചൊക്കെ എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കോട്ട ആക്രമിക്കപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ദുരിതാനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ ഒരു ഭാഗത്ത് മുറിവേറ്റപ്പെട്ടവരുടെ ചിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് വനിതകളും ബ്രിട്ടൻ്റെ ബഹുമതിയും. പത്ര റിപ്പോർട്ടുകൾക്ക് ജനീയ ചിന്തകൾക്ക് മേൽ സ്വാധീന ശക്തിയുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പത്രത്തിലൊക്കെ ഈ റിപ്പോർട്ടിൽ നോക്കിയേ ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് സർക്കാർ നിഷ്കളങ്കരായ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കണമെന്നും നിസ്സഹായരായ കുട്ടികളുടെ സുരക്ഷത ഉറപ്പുവരുത്തണമെന്ന ആവശ്യമുയർന്നു. മാനസിക ആഘാതത്തിനെയും കഷ്ടപ്പാടുകൾ ചിത്രം വരച്ചു കാട്ടിക്കൊണ്ട് ഈ വികാരങ്ങളെ കലാകാരന്മാർ ആവിഷ്കരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു. കലാപത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം മാറിയവരാണ് ജോസഫ് നോയൽ പാറ്റൺ അല്ലേ. ജോസഫ് നോയൽ പാറ്റൺ എന്നിവരാണ്. ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ മെമ്മോറിയം ആരുടേതാണ്? ജോസഫ് നോയൽ പാറ്റൻ്റെ ആണ്. ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും ഒരുമിച്ച് കൂടി ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു പിക്ചറിൽ കണ്ടോ, കുട്ടികളും സ്ത്രീകളൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. നിസ്സഹായരും നിഷ്കളങ്കരുമായി കാണപ്പെടുന്ന അവർ അനിവാര്യവുമായും തങ്ങൾ നേരിടേണ്ടതിന് അപമാനവും ആക്രമണവും മരണവും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇൻ മെമ്മോറിയം രക്തപങ്കിലമായ ആക്രമണങ്ങൾ കാണിക്കുന്നില്ല. ഇത് വ്യഞ്ചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കാഴ്ചക്കാരൻ്റെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും രോഷവും അമർഷവും ഇളക്കിവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിൽ അദൃശ്യരാണെങ്കിലും കലാപകാരികളെ ആക്രമണകാരികളും ക്രൂരന്മാരുമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് രക്ഷാസേന എത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കേട്ടോ, ബ്രിട്ടീഷ് സേനകൾ വരുന്നുണ്ട്. അപ്പോൾ കലാപകാരികൾ ശരിക്കും പറഞ്ഞാൽ അവരെന്താണ് നെഗറ്റീവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായില്ലേ. ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രത്തിൽ ഏതാ പറയുന്നത്? സ്ത്രീകളും കുട്ടികളും അല്ലേ ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. എന്താ പറയുക, ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും നിസ്സഹായരായിട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. പിന്നെ മറ്റൊരു കൂട്ടം രേഖാചിത്രങ്ങളിലും സ്ത്രീകളെ വ്യത്യസ്തമായ മറ്റൊരു തലത്തിൽ നമ്മൾ കാണും. കലാപകാരികളുടെ ആക്രമണത്തെ സ്വയം പ്രതിരോധിക്കുന്ന ധൈര്യവതികളായിട്ടും അവർ കാണപ്പെടുന്നുണ്ട്.
അപ്പോൾ മറ്റൊരു പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൺപൂരിൽ ശിപായിമാർക്കെതിരെ സ്വയം പ്രതിരോധിക്കുന്ന മിസ് വീലറെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരു ഭാഗത്ത് യാതനകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വനിതകളെയും കാണാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ധീരന്മാരായിട്ടുള്ള വനിതകളും ധീരവനിതകളെയും കാണാം അല്ലേ. ഓക്കെ, ഇനി മിസ് വീലർ അല്ലേ, മിസ് വീലർ തൻ്റെ മാനം കാക്കാനായി തന്നെ ആക്രമിക്കുന്ന കലാപകാരികളെ ഒറ്റയ്ക്ക് വധിക്കുകയും അച്ചഞ്ചലയായി നിലകൊള്ളുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ബ്രിട്ടീഷുകാരുടെ ചിത്രീകരണങ്ങളെല്ലാം കാണുന്നത് പോലെ കലാപകാരികളെ പൈശാചികമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ 4 കരുത്തരായ പുരുഷന്മാർ വാളുകളും തോക്കുകളും കൊണ്ട് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. കണ്ടോ, സ്ത്രീനെ ആക്രമിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ തൻ്റെ മാനവും ജീവനും രക്ഷിക്കാനായി നടത്തുന്ന പോരാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മതപരമായ വ്യാഖ്യാനത്തും കൂടിയുള്ള തരത്തിലാണ് ചിത്രം. അത് ക്രിസ്തു മതത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം കൂടിയാണ്. തറയിൽ കിടക്കുന്ന പുസ്തകം ബൈബിളാണ്. ഇനി പ്രതികാരവും തിരിച്ചടിയും. ബ്രിട്ടനിൽ രോഷവും ഞെട്ടലും അലയടിച്ചപ്പോൾ പകരം വീട്ടാനുള്ള മുറവിളികൾ ശക്തിയാർജിച്ചു. കലാപത്തെക്കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരങ്ങളും വാർത്തകളും ക്രൂരമായ അടിച്ചമർത്തലും പകരം വീട്ടലും അനിവാര്യവും നീതിയുക്തവുമാണെന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ അഭിമാനത്തിലും അധികാരത്തിനും നേരെയുള്ള വെല്ലുവിളിയെ നിഷ്കരണം നേരിടുന്നത് നീതിയുടെ ആവശ്യമായി കണക്കാക്കപ്പെട്ടു. കലാപം നൽകിയ നീതിയിൽ തങ്ങളുടെ അജയ്യത തെളിയിച്ചു കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. ഓക്കെ, നെക്സ്റ്റ് ഭീതിയുടെ ആവിഷ്കാരം. കലാപകാരികളെ മൃഗീയമായി വധിച്ച രീതിയിലുള്ള പ്രതികാരത്തിനും പകരം വീട്ടലിനുമുള്ള അവരുടെ വ്യഗ്രത പ്രകടമായിരുന്നു. അവർ വെടിവെച്ച് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കഴുമരത്തിൽ തൂക്കിലേറ്റപ്പെട്ടു. വധശിക്ഷകളുടെ ചിത്രങ്ങൾ ജനകീയ ആനുകാലികളിൽ കൂടി വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെഷവാറിൽ കലാപകാരികളുടെ വധശിക്ഷ കാണിച്ചിട്ടുണ്ട് അല്ലേ, വെടിയുതിർത്തുകൊണ്ട് ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൽ ഇവിടെ വധശിക്ഷ നടപ്പിലാക്കുന്ന രംഗം കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം അത് നമുക്ക് ആ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. പെഷവാറിൽ കലാപകാരികളുടെ വധശിക്ഷയെ കുറിച്ചിട്ടൊക്കെ പിക്ചർ കാണിക്കുന്നുണ്ട്. കരുണ കാട്ടാനുള്ള സമയമല്ല, പ്രതികാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന സമയത്ത് മൃദു സമീപനത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ പരിഹസിക്കപ്പെട്ടു. അല്പം ദാക്ഷിണ്യവും കരുണയും കാണിക്കുകയാണെങ്കിൽ ശിപ്പായിമാരുടെ കൂറ് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ ജനറലായ കാനിങ് പ്രസ്താവിച്ചപ്പോൾ ബ്രിട്ടീഷ് പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തന്നെ ഇവിടെ നിന്നാണ് അല്ലേ. കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മൾ PVക്ക് ചെയ്തപ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പഞ്ച് എന്ന ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ ആനുകാലികത്തിൻ്റെ താളുകളിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണുകളിൽ ഒന്നിൽ ഇരു കൈകളിലും രക്തം ഇറ്റു വീഴുന്ന ഊരിയ വാളും കടാരയുമായി നിൽക്കുന്ന ഒരു ശിപ്പായിയുടെ നെറുകയിൽ തൻ്റെ സംരക്ഷകരം അർപ്പിക്കുന്ന പിതൃതുല്യനായിട്ടാണ് കാനിങ്ങിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ച് എന്ന് പറയുന്ന ആരുടെയാണ്? കാനിങ് ആണല്ലേ. നോക്കി, പഞ്ച് എന്ന ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ ആനുകാലികത്തിൻ്റെ താളുകളിൽ ഒരെണ്ണത്തിൽ കാനിങ്ങിനെ ഒരു പിതൃതുല്യനായിട്ട് ചിത്രീകരിച്ചത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പഞ്ച് എന്ന് പറയുന്നത് കാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി ദേശീയതാപരമായ ചിത്രീകരണങ്ങൾ. 1857 സംഭവ വികാസങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ദേശീയ പ്രസ്ഥാനം നിലയിൽ വന്നത് നമുക്കറിയാം. കലയും സാഹിത്യവും ചരിത്ര രചനയുടെ അത്രയും തന്നെ 1857 സ്മരണ സജീവമായി നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മുടെ സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കാം. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി. അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു. ജനകീയ അച്ചടി മാധ്യമങ്ങളിൽ യുദ്ധക്കളത്തിൽ പഴച്ചട്ടണിഞ്ഞ ഒരു കയ്യിൽ വാളുമേന്തി കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന വിധത്തിലാണ് സാധാരണയായ റാണി ലക്ഷ്മിബായി ചിത്രീകരിക്കുന്നത്. അനീതിയെയും വിദേശ ഭരണത്തെയും ചെറുക്കാനുള്ള ബ്രിട്ടൻ നിശ്ചയത്തിൻ്റെ ഒരു പ്രതിരൂപം. അപ്പോൾ സുഭദ്രകുമാരി ചൗഹാനാണ് എന്ന് പറഞ്ഞത് അവളൊരു പുരുഷനെ പോലെ പോരാടി. അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു അല്ലേ, ഝാൻസി റാണി കണ്ടല്ലോ. ഇനി കാലരേഖ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും കൂടെ നമുക്ക് വായിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ടേബിളാണ്. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാ പറയുന്നത്. ഓക്കെ, കാലരേഖ. 1801 ഔദിലെ വെല്ലസി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. 1856 വാജിദ് അലീഷ അല്ലേ, അതാണ് നവാബ് വാജിദ് അലീഷ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. ഔദ് കൂട്ടിച്ചേർക്കപ്പെട്ടു. പഠിച്ചു വെച്ചിരിക്കുക. 1856 ഔദ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. 1856-57 സമ്മറി ഭൂനികുതി വ്യവസ്ഥ ഔദിലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് അല്ലേ. സമ്മറി ഭൂനികുതി വ്യവസ്ഥ 1856-57 നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി പറയാണ്ട. 1857 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിച്ചു. മെയ് 11-12 ഡൽഹിയിൽ
സൈനിക വ്യൂഹങ്ങൾ കലാപം നടത്തുന്നു. ബഹദൂർ ഷാ നാമമാത്രമായി നേതൃത്വം സ്വീകരിക്കുന്നു. മെയ് 20-27 അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിൽ സൈനിക കലാപം. മെയ് 20-27 എവിടേക്കാണ്? അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിൽ സൈനിക കലാപം. മെയ് 30 ലക്നൌവിലെ കലാപം. മെയ് 30 ലക്നൌവിലാണ് കലാപം. മെയ് ജൂൺ മാസങ്ങളിൽ സൈനിക കലാപം ജനകീയ കലാപമായി മാറി. ജൂൺ 30 ചിൻഹട്ടെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയം നേരിടുന്നു. സെപ്റ്റംബർ 25 ഹൗലോക്കിനെ ഓട്രാവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന ലക്നൌവിലെ റെസിഡൻറ്റിൻ്റെ വസതിയിൽ പ്രവേശിക്കുന്നു. ജൂലൈ യുദ്ധത്തിൽ ഷാമൽ കൊല്ലപ്പെടുന്നു. ജൂൺ 1858 ജൂണിലാണ് ഝാൻസിയിലെ റാണി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക, കാരണം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിളായിട്ട് നമുക്ക് NCERT കൊടുത്ത കാരണം ഒന്ന് നോക്കി വെച്ചിരിക്കുക. 1901 ഔദിൽ വെല്ലസി എന്നാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. 1856 നവാബ് വാജിദ് അലി ഷാ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നുണ്ട്, അത് കൂടിച്ചേർക്കപ്പെടുന്നുണ്ട്. 1856-57 സമറി ഭൂനി ദിവസം നടപ്പിലാക്കി. 1857 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിച്ചു. മെയ് 11-12 ഡൽഹിയിലെ സൈനിക വ്യൂഹങ്ങൾ കലാപം നടത്തി. ബഹദൂർ ഷാ രാജാവായിട്ട് ഇതാക്കണല്ലേ, ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മെയ് 20-27 അലിഗർ, ഇറ്റാവ, മെയിൻപുരി, ഈറ്റ എന്നിവിടങ്ങളിലുള്ള സൈനിക കലാപം. മെയ് 30 ലക്നൌവിൽ കലാപം. മെയ് 30 ലക്നൌവിൽ കലാപം. ഇനി മെയ് ജൂണിൽ സൈനിക കലാപം ജനകീയ കലാപമായി മാറി. ജൂൺ 30 ചിൻഹട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയം നേരിട്ടു. സെപ്റ്റംബർ 25 ഹൗലോക്കിനെ ഔട്രാവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സേന ലക്നൌവിലെ റെസിഡന്റ് ആയിട്ടുള്ള വസതിയിൽ പ്രവേശിക്കുന്നുണ്ട്. ജൂലൈയിൽ ഷാമൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. 1858 ജൂണിൽ എന്താണ് ഝാൻസിയിലെ റാണി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് NCERT എടുത്ത് പറയുന്നത്. NCERT നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ വലിച്ചുവാരി പഠിക്കാനായിട്ട് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് 1957 എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച 2019 മുതൽ 2026 വരെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിനി 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അഡീഷണൽ ആയിട്ട് അധികം പഠിക്കാനായിട്ടില്ല. പഠിക്കേണ്ട പോയിന്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ NCERT നിന്ന് ക്വസ്റ്റ്യൻസ് തരണ കാരണം നമുക്ക് NCERT ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഈ ഒരു NCERT പാഠഭാഗം കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ടോപ്പിക്സ് ആയിട്ട് കാണാം കേട്ടോ. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.